قال رسول الله صلى الله عليه وسلم أول ثلاثة الذين تسحر بهم النار يوم القيامة قارئ وسخي ومجاهد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ അന്ത്യനാളിൽ നരകത്തെ അല്ലാഹു തആല ആളിക്കത്തിക്കുന്നത് 3 കൂട്ടരെ കൊണ്ടായിരിക്കും. നരകം തീപിടിപ്പിക്കുന്നത്, വിറകിന്റെ അടുപ്പിലെല്ലാം തീപിടിപ്പിക്കാൻ വേണ്ടി മണ്ണെണ്ണയോ മറ്റൊക്കെ ഒഴിച്ചു കൊടുത്ത് ആളി കത്തിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നരകത്തെ അല്ലാഹു ആദ്യമായി ആളി കത്തിക്കാൻ വേണ്ടി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് 3 വിഭാഗം ആളുകളെയായിരിക്കും. ആദ്യത്തേത് കാര്യം ആലിമിനെ ആയിരിക്കും, പണ്ഡിതൻ, ഖുർആൻ പഠിച്ചയാൾ. അവരെ കൊണ്ടാണ് നരകം ഉദ്ഘാടനം ചെയ്യുക. അവരെ അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി വിളിക്കും, ആലിമീങ്ങളെ. അവരോട് അല്ലാഹു ചോദിക്കും, ഞാൻ നിനക്ക് എൻ്റെ ഖുർആൻ തന്നെ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി, നീ ഇൽമു പഠിച്ച ഒരു ആലിമായി, എന്നിട്ട് നിന്റെ ദൗത്യം ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നാണ് ആദ്യം ചോദിക്കുക. അപ്പൊ അവൻ ഈ ആലിമ ചെയ്ത സേവനമൊക്കെ എടുത്തു പറയും. എത്ര ഖുർആൻ ക്ലാസ് നടത്തിയിട്ടുണ്ട്, എത്ര സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. അല്ലാഹു തആല പറയും, കദബ്ത, നീ പറഞ്ഞ കള്ളമാണ്, നീ പറഞ്ഞ കള്ളമാണ്. മലക്കുകളും അല്ലാഹുവിന്റെ കൂടെ ചേർന്നിട്ട് പറയും, കദബ്ത, നീ പറഞ്ഞ കള്ളമാണ്, കള്ളമാണെന്ന് മലക്കുകളും അല്ലാഹുവിന്റെ കൂടെ സാക്ഷികൾ. അങ്ങനെ അവനെ നരകത്തിലേക്ക് കൊണ്ടുപോയി ആലിമിനെ കൊണ്ടാണ് നരകം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. അല്ലാഹു തആല നമ്മുടെ ആലിമീങ്ങളെ കാത്തുരക്ഷിക്കുമാറാണ്. രണ്ടാമത് സഖീനെ, ധർമ്മിഷ്ഠനെയാണ് വിളിക്കുക. അവനോട് അല്ലാഹു ചോദിക്കും, നിനക്ക് ഞാൻ ധാരാളം സമ്പത്ത് തന്നില്ലേ? അപ്പോൾ അവൻ പറയും, ഈ സമ്പത്ത് ഞാൻ ഇത്ര പള്ളിക്ക് കൊടുത്തു, മദ്രസയ്ക്ക് കൊടുത്തു, അറബി കോളേജിൽ കൊടുത്തു, പാവങ്ങൾക്ക് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ അവൻ കൊടുത്ത കണക്ക് പറയുന്നു. അപ്പൊ പടച്ചോൻ പറയും, കദബ്ത, കളാണെന്ന് പറഞ്ഞു, കളവാണ് പറയുന്നത്. കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ അതൊന്നും എൻ്റെ അടുത്ത് കൂലി കിട്ടാൻ വേണ്ടി കൊടുത്തതല്ല, നീ പ്രശസ്തിക്ക് വേണ്ടി കൊടുത്തതാണ്. അതൊക്കെ അവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. മലക്കുകളും പടച്ചോന്റെ കൂടെ സാക്ഷി പറയും, കദബ്ത, നീ പറഞ്ഞ കള്ളമാണ്. രണ്ടാമത് ധർമ്മിഷ്ഠനെയാണ് കൊണ്ടുപോകുന്നത്. മൂന്നാമത് വിളിക്കുന്നത് മുജാഹിദിനെയാണ്, പടച്ചോന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്ത, സമരങ്ങൾ ചെയ്ത. അദ്ദേഹത്തെ വിളിച്ചിട്ട് വിചാരണ ചെയ്യുമ്പോഴും അദ്ദേഹം ചെയ്ത സേവനങ്ങൾ പറയും. ഞാൻ ധാരാളം നിന്റെ മാർഗത്തിൽ പോരാടിയിട്ടുണ്ട്, ധർമ്മസമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ത്യാഗങ്ങൾ ചെയ്തിട്ടെന്നൊക്കെ പറയും. പടച്ചോൻ പറയും, കദബ്ത, നീ പറഞ്ഞ കള്ളമാണ്. മലക്കുകളും ഒത്തൊരുമിച്ച് സാക്ഷി പറയും, കദബ്ത, നീ പറഞ്ഞ കള്ളമാണ്. അങ്ങനെ അവനെയും അല്ലാഹു തആല നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ 3 കൂട്ടരെ കൊണ്ടാണ് നരകത്തെ അല്ലാഹു ഉദ്ഘാടനം ചെയ്യുക, നരകം ആളിക്കത്തിക്കുക. ആദ്യം കൊണ്ടുപോകുന്ന ആലിമീങ്ങളെ ആയിരിക്കും. അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധങ്ങൾ ആലിമീങ്ങൾ നിർവഹിക്കണം. ധർമ്മിഷ്ഠർ അവർ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ധർമ്മസമരങ്ങൾ, പരിശ്രമങ്ങൾ, അതെല്ലാം നിയ്യത്ത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇതൊക്കെ പാഴ്വേലിയായി മാറും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി